വെൽക്കം ടു ഐഷസ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ പർച്ചേസ് ഡേ ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പർച്ചേസ് ഡേ ബുക്കിന്റെ പ്രിപ്പറേഷനിൽ ഒരു ചെറിയ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫ്രം ദ ഫോളോവിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ പർച്ചേസ് ഡേ ബുക്സ് ഓഫ് ഉഷസ് ഇലക്ട്രിക്കൽസ് കൊല്ലം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉഷസ് ഇലക്ട്രിക്കൽസിന്റെ രണ്ട് ട്രാൻസാക്ഷൻ, ചിലപ്പോൾ രണ്ടോ മൂന്നോ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് പർച്ചേസ് ഡേ ബുക്ക് ചെയ്യാൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. 2021 January 1st purchased from Bajaj Fans 10 fans at rupees 500 per fan less 10% trade discount. അപ്പോൾ 2021 ജനുവരി ഫസ്റ്റിന് എവിടെ നിന്നാണ് വാങ്ങിയത്? ബജാജ് ഫാൻസ് എന്ന് 10 ഫാൻ വാങ്ങിയെന്നും ഒരു ഫാനിന് 500 ആണ് റുപ്പിയെന്നും ഇവർ ഒരു ട്രേഡ് ഡിസ്കൗണ്ട് ഇവർക്ക് കൊടുത്തു എന്നുള്ള കേസും പറയുന്നുണ്ട്. അടുത്ത ജനുവരി 24-ാം തീയതി പർച്ചേസ്ഡ് 20 വാൾ ഫാൻസ് ഫ്രോം ഉഷ ഫാൻസ്. അപ്പോൾ 24-ാം തീയതി ഉഷ ഫാൻസിൽ നിന്ന് 20 ഫാൻ വാങ്ങിയെന്നും ഒരു ഫാൻ എത്രയാണ്? റുപ്പീസ് 400 ആണെന്നും പറയുന്നു. ഇവരും എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ട്രേഡ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് 20%. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തന്നിട്ട് പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഫോർമാറ്റ് വരച്ചു. പർച്ചേസ് ഡേ ബുക്ക്, ഡേറ്റ്, പർട്ടിക്കുലർസ്, LF, ലെഡ്ജർ ഫോളിയോ എന്നാണ് LFന്റെ ഫുൾ ഫോം. അപ്പോൾ ജസ്റ്റ് ഫോർമാറ്റ് ആയിട്ട് വരച്ചാൽ അത് LF ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇൻവോയ്സ് നമ്പർ, എമൗണ്ട്, ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഡേറ്റിൽ 2020 ജനുവരി 1 ഡേറ്റ് അതുപോലെ എഴുതി. സാധാരണ നമ്മൾ ജേണൽ എൻട്രീസ് ഒക്കെ എഴുതും പോലെ ഡേറ്റ് അതുപോലെ എഴുതി. എന്നിട്ട് നമ്മൾ നോക്കുക ആരുടെ കയ്യിൽ നിന്നാണ് ആദ്യത്തെ ഐറ്റം വാങ്ങിച്ചത്, അവരെ പേര്. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞത്? ഫ്രോം ബജാജ് ഫാൻസ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പർട്ടിക്കുലേഴ്സിൽ ആദ്യം നമ്മൾ എന്ത് എഴുതും? ബജാജ് ഫാൻസ്. ഏത് കമ്പനിയിൽ നിന്നാണ് പോയി സാധനം വാങ്ങിച്ചത് അവരുടെ പേര് എഴുതി. എന്നിട്ട് നോക്കുക എത്ര സാധനങ്ങൾ എത്ര രൂപയ്ക്കാണ്. 10 ഫാൻസ് അറ്റ് റുപ്പീസ് 500 പെർ ഐറ്റം. അപ്പോൾ ഒരു ഐറ്റം 500 രൂപ വെച്ചിട്ട് 10 എണ്ണം വാങ്ങി. എന്നിട്ട് അതിന്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ പർട്ടിക്കുലേഴ്സിൽ തന്നെ റൈറ്റ് സൈഡിലോട്ട് ഇൻറ്റു ചെയ്ത് എഴുതി. എത്രയായിരിക്കും എമൗണ്ട്? 10 × 500 5000 നമ്മൾ എമൗണ്ട് അവിടെ തന്നെ എഴുതി. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഈ ബജാജ് ഫാൻസ് ഇവർക്ക് എന്ത് കൊടുത്തു? 10% ഡിസ്കൗണ്ട് കൊടുത്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് 10% എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ? എഴുതിക്കുന്നുണ്ട്. ഇത് ഏതിന്റെ 10% ആണ്? ആ ടോട്ടൽ നമ്മൾ പർച്ചേസ് ചെയ്ത എമൗണ്ട് ആയിട്ടുള്ള 5000ന്റെ 10%. അപ്പോൾ എത്രയായിരിക്കും വരുന്ന എമൗണ്ട്? 500. അത് മൈനസ് ചെയ്യാനുള്ള എമൗണ്ട് ആയതുകൊണ്ടാണ് ഞാനത് കളർ കൊടുത്തു, ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നത്, പെട്ടെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ 5000 രൂപയുടെ പർച്ചേസിൽ 500 രൂപയുടെ ഡിസ്കൗണ്ടും പോയിട്ട് എത്ര കൊടുത്താൽ മതി? 4500 കൊടുത്താൽ മതി. കണ്ടോ, ആ 4500 മാത്രമാണ് എമൗണ്ട് കോളത്തിലോട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഐറ്റം കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ജാനുവരി 24-ന് എന്ത് സംഭവിച്ചു? ഉഷ ഫാൻസിൽ നിന്ന് ഫാൻ വാങ്ങി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ പേര് നമ്മൾ എഴുതി. ഉഷ ഫാൻസ് എന്ന് എഴുതി. അതിൻ്റെ താഴെ നേരത്തെ ചെയ്തതുപോലെ എത്ര ഐറ്റം ഇൻറ്റു പെർ ഐറ്റം എത്ര രൂപ എന്നുള്ളത്. 20 വാൾ ഫാൻസ് അറ്റ് റുപ്പീസ് 400 പെർ ഐറ്റം അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 8000 അല്ലേ വരുന്നത്. 20 × 400 എന്ന് പറയുമ്പോൾ 8000 വരുന്നു. ഇവിടെയും എന്ത് കിട്ടി? ഡിസ്കൗണ്ട് കിട്ടി. അതുകൊണ്ട് നമ്മൾ തൊട്ട് താഴെ എന്ത് എഴുതും? ലെസ് 20% ട്രേഡ് ഡിസ്കൗണ്ട്. അതായത് നമ്മുടെ ഏതിൻ്റെയാണ്? 8000ന്റെ 20%. അതായത് 1600 രൂപ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ ഇവിടെ ഞാൻ ഡിസ്കൗണ്ടിന്റെ എമൗണ്ട് ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പോയിട്ട്, അതായത് 8000ൽ 1600 ഡിസ്കൗണ്ട് പോയിട്ട് എത്ര രൂപ കൊടുത്താൽ മതി? 6400 രൂപ. അത് മാത്രമാണ് എവിടെ എഴുതിയിരിക്കുന്നത്? എമൗണ്ട് കോളത്തിൽ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ആ പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഈ ക്ലാസ് യൂസ്ഫുൾ ആവട്ടെ. ഇതുപോലെ തന്നെ ആ സെയിൽസ് ഡേ ബുക്കും ചോദിക്കാം. ഓക്കെ, പർച്ചേസ് ഡേ ബുക്ക് തന്നെ ചോദിക്കണമെന്നില്ല, സെയിം ഇതുപോലെ തന്നെ ഫോർമാറ്റ് ഇതുപോലെ തന്നെ. പിന്നെ പർച്ചേസ് എന്നുള്ളത് എന്താവുന്നു എന്നുള്ളതേ ഉള്ളൂ, സെയിൽസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് തീർച്ചയായിട്ടും പഠിച്ചിട്ട് എക്സാമിന് പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.